ഹായ്, ശരത്താണ്. Q3 റിസൾട്ടുകളിലായി വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് മൊത്തത്തിൽ റിസൾട്ടുകളൊക്കെ നോക്കുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ഓഫ് ബിസിനസ്സുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കേണ്ടതായിട്ടൊരു ഫീൽ വരുന്നുണ്ട്. രണ്ടും വരുന്നത് ഫിനാൻഷ്യൽ സെക്ടറിലുള്ള സബ് സെക്ടേഴ്സ് ആയിട്ട് വരുന്ന ബിസിനസ്സുകളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ MSME ലെൻഡേഴ്സ് ആണ്, രണ്ടെന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ഫിനാൻസ് ലെൻഡേഴ്സ് ആണ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് ബിസിനസ്സുകളിൽ നിന്നും കുറച്ചൊരു ഗ്യാപ്പ് എടുക്കുന്നത് നല്ലതായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന റിസൾട്ടുകളൊക്കെ കാണുന്ന സമയത്ത്. കാരണം എന്താ വെച്ചാൽ ഈ രണ്ട് ടൈപ്പ് ഓഫ് ബിസിനസ്സുകളിലും കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. കാരണം അവരുടെ DPD ബക്കറ്റ്സ് ഇൻക്രീസ് ആവുന്നു, അതായത് അവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ അസറ്റ് ക്വാളിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണെന്നല്ല പറയുന്നത്. കാരണം ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ അടുത്ത ക്വാർട്ടറിലോ അതിനടുത്ത ക്വാർട്ടറിലോ ഒക്കെ ആയിട്ട് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ആ മൊത്തത്തിൽ ആ ഒരു സെക്ടറിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് നാളത്തേക്ക് നല്ലൊരു മൂവ്മെന്റ് വരാൻ സാധ്യത ഉണ്ടാകത്തില്ല. പക്ഷെ ആ സെക്ടറിലെ കമ്പനികൾ അതിനെ ഓവർകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഗ്രോത്ത് വന്നേക്കാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ മൈക്രോ ഫിനാൻസ് ലെൻഡേഴ്സിനെ പറ്റി സംസാരിച്ചില്ല. കാരണം അവരുടെ കുറച്ച് ചില പാടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള